വെൽക്കം ബാക്ക്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് വരും. നമ്മളെ കയ്യിൽ ഇപ്പോൾ റവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആലോചിക്കുക ഉപ്പുമാവ് ഉണ്ടാക്കുക എന്നാണ്. ഇന്ന് നമുക്ക് റവ കൊണ്ട് ഒരു അടിപൊളി അപ്പം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക കേട്ടോ. 1 കപ്പ് റവയ്ക്ക് 3/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് കപ്പിനാണ് റവ എടുക്കുന്നത് വെച്ചാൽ ആ കപ്പിൽ റവേനെക്കാട്ടിലും കുറച്ച് അളവ് കുറവ് തൈരെടുക്കുക. അധികം പുളിയില്ലാത്ത തൈരെടുക്കുകയും ചെയ്യുക. എന്നിട്ട് നമ്മൾ തൈരിലേക്ക് റവ ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്തു. അതിന് മുന്നേ നമ്മൾ തൈരും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും അതിലേക്ക് ഒരു പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തൈര് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് റവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയതായി വറവ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരല്പം ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കഷ്ണം സവാളയാണ്. അത് ചെറുതായിട്ട് കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ അപ്പം കഴിക്കുമ്പോൾ അതിൽ സവാള ചെറുതായിട്ട് കടിക്കാൻ രീതിക്ക് അത്ര വഴറ്റിയാൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വേറെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ദോശയുടെ പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ വശം കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ റവ ഊത്തപ്പം തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു സൈഡ് ഏകദേശം കുക്കായി വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വശം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും ഓയിൽ തടവി കൊടുത്തിട്ട് നമ്മൾ അടുത്ത ഒരു കയ്യിൽ മാവും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചുറ്റിച്ച് കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ള മാവും കൂടി റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.